ഇടുക്കി ജില്ലയിലെ മസ്റ്റ് വിസിറ്റ് സ്പോട്ടുകളിൽ ഒന്നാണ് കുട്ടിക്കാനം. 3600 അടി ഉയരത്തിലുള്ള ഒരു ചെറിയ ഗ്രാമം. ഇപ്പൊ ഗ്രാമമല്ലെങ്കിലും അത്ര വലിയ ടൗണൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ഒരു ചെറിയൊരു ടൗണാണ് കുട്ടിക്കാനം. മൺസൂൺ ആയാൽ വെള്ളച്ചാട്ടങ്ങളും അരുവികളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു നാടാണ്. ഈ വർഷത്തെ ആദ്യത്തെ മൺസൂൺ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആകാശ്. തുടക്കം തന്നെ അങ്ങനെ നമുക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടി. ആ മഴയത്ത് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു റൂട്ടാണ് ഇത്. എരുമേലി വഴി കയറി പോകുന്ന വഴിയാണ്. നമ്മൾ ഉദ്ദേശിച്ച റൂട്ട് വേറെ ആണെങ്കിലും പെട്ടെന്ന് ഒരു ഡീവിയേഷനിൽ കയറി പറ്റിയതാണ് ഇങ്ങനെ. പിന്നെ ഈ വഴി തന്നെ അങ്ങ് പോകാമെന്ന് വെച്ചു. എന്തായാലും നല്ലൊരു റൂട്ടാണ്, അത്യാവശ്യം ഫോറസ്റ്റ് റൂട്ടാണിത്. എരുമേലി ആ ഒരു ഇവിടെ ചെന്ന് കയറുന്നിടമാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. എരുമേലി ചെല്ലും മുണ്ടക്കയം എത്തും എന്ന് മാത്രം അറിയാം ഈ റൂട്ടിൽ കൂടെ. എങ്ങനെയാണ് പ്ലേസ് എന്നോ അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മളങ്ങ് പോയി നോക്കുകയാണ്. എന്നാലും നല്ല ഫോറസ്റ്റ് റൂട്ടാണ്, നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വലിയ വെയിലൊന്നുമില്ല, ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് കുട്ടിക്കാനത്തേക്കാണ്. കുട്ടിക്കാനം അവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് എന്നോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയത്തില്ല. റീൽസിലൊക്കെ വരുന്ന പോലെ വെള്ളമുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ പോയി നോക്കുവാണ്. ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിലൂടെ വരുന്നത്. ഫോറസ്റ്റ് ആണ്, ഇടയ്ക്ക് ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടാണ് പോകുന്നത്. എന്നാലും സംഭവം കൊള്ളാം, കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. അതിൻ്റെ നടുക്കൂടെ ഒരു വഴി, രണ്ട് സൈഡിലും തിക്കായിട്ട് റബ്ബറും തോട്ടമൊക്കെ. നല്ല രസമുണ്ട് ഈ വഴി പോകാനുള്ളൊരു. നോർമലി നമ്മൾ പോകുന്ന കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ആ വഴി കയറി പോകുന്നതിനേക്കാളും കുറച്ച് ദൂരം കൂടുതലുണ്ട് ഇത് ഈ വഴി മുണ്ടക്കയം ചെല്ലണമെങ്കിൽ. പിന്നെ കുറച്ച് ചുറ്റിക്കറങ്ങലുമാണ്, ചെറിയ റോഡുകളാണ്, അതിൻ്റേതായ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ മുണ്ടക്കയം കയറിയപ്പോൾ തന്നെയുള്ള വ്യൂ ആണിത്. എന്തായാലും കൊള്ളാം, പ്രതീക്ഷിച്ചതുപോലൊരു ആംബിയൻസ് ഇല്ലെങ്കിലും എന്നാലും നിരാശപ്പെടുത്തത്തില്ല. ഇനി മേളിലോട്ട് കയറുന്നതനുസരിച്ച് ക്ലൈമറ്റ് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം എത്തി. അപ്പോൾ ഇനി കുറച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവാം. അത്യാവശ്യം നിറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നല്ല ഫോഴ്സൊക്കെ ഉണ്ട് കണ്ടിട്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ കലങ്ങി നല്ല രീതിയിൽ വെള്ളം വരും. പക്ഷെ ഇപ്പോൾ ചെറിയ ചെറിയ മഴയുണ്ടെങ്കിലും അത്ര വലിയ ഫോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും കൊള്ളാം സംഭവം. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ വെള്ളച്ചാട്ടത്തിന് താഴെയൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു. വെള്ളച്ചാട്ടം കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ഒത്തിരി നിന്ന് വരുന്ന ചെറിയ ചെറിയ സ്പ്രേ അടിക്കുന്ന പോലെ നമ്മുടെ മുഖത്തേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ചെന്ന് നേരത്തെ എപ്പോഴും വീണ ഒരു മരമൊക്കെയാണ് ആ കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ വീഴുന്നുണ്ട്. താഴെ നിൽക്കുമ്പോൾ നല്ല ഫീലാണ്. ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുകയാണെങ്കിൽ അതിലും സൂപ്പർ. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ റോഡിനടിയിലൂടെ ഉള്ളൊരു വ്യൂ ആണിത്. വന്നു നിന്നതിലും കുറച്ചുകൂടെ വെള്ളത്തിന് സ്പീഡൊക്കെ കൂടി. അതുകൊണ്ട് നമ്മളിങ്ങനെ മേളിൽ കയറാമെന്ന് തീരുമാനിച്ചു. മേളിലേക്ക് കയറിപ്പോയിരുന്നു. പിന്നെ ഇവിടെ കുരങ്ങന്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുവന്ന ബാഗൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഇവരങ്ങ് എടുത്തുകൊണ്ട് പോകും. ഇത് റോഡിന് ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ മലയോര ഹൈവേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വണ്ടികളൊക്കെ വരും. ബസ് റൂട്ടും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുണ്ട്. നല്ല തിരക്കുള്ള ഒരു റോഡ് കൂടിയാണിത്. പിന്നെ നമ്മൾ നേരെ കുട്ടിക്കാനം കയറി. കുട്ടിക്കാനത്തുനിന്ന് മേമല പോയി. മേമല ചെറിയൊരു ഗ്രാമമാണ്. ചെറിയ ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത്. ചുറ്റും തേയിലത്തോട്ടവും മലനിരകളും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് മേമല. ചെറിയ ചെറിയ അരുവികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല തണുപ്പുണ്ട്. ഏറ്റവും വലിയ ഹിൽ ടോപ്പാണിത്. ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് ഏലപ്പാറയൊക്കെ പോകുന്നത്. നല്ല അടിപൊളി ഫ്രെയിമും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ബൈ.